നടി അസിന്റെ പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. 40ാം പിറന്നാൾ ദിനം ഭർത്താവിനും മകൾക്കൊപ്പമാണ് അസിൻ ആഘോഷിച്ചത്. വിദേശത്തു നിന്നുള്ള ആഘോഷത്തിന്റെ ചിത്രങ്ങൾ അസിൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുണ്ട്. മകൾ അരിന്റെയും ഭർത്താവ് രാഹുൽ ശർമ്മയുടെയും ഫോട്ടോകൾ കാണാം. അരിൻ അമ്മയെപ്പോലെ തന്നെയാണ് കാണാനെന്നും ആരാധകർ പറയുന്നു. അതേസമയം എന്തുകൊണ്ട് തന്റെ മുഖം അസിൻ കാണിക്കുന്നില്ലെന്ന് ആരാധകരുടെ ചോദ്യമുണ്ട്. അസിന്റെ ശബ്ദം പങ്കുവച്ച ചില ദൃശ്യങ്ങളിൽ കേൾക്കാം. ശബ്ദത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പ്രായത്തിൻ്റെതായ മാറ്റമായിരിക്കാം ഇതെന്നും അഭിപ്രായമുണ്ട്. തനിക്ക് വന്ന മാറ്റങ്ങൾ കാരണമാണോ അസിൻ സ്വന്തം ഫോട്ടോ പങ്കുവയ്ക്കാത്തത് എന്ന ചോദ്യമുണ്ട്. വർഷങ്ങളായി അസിൻ ഫോട്ടോ പങ്കുവെക്കാറില്ല. രാഹുൽ ശർമ്മ വിവാഹം കഴിച്ച ശേഷം അസിൻ 2016 മുതൽ അഭിനയ രംഗത്ത് നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു. ബോളിവുഡിലെ പാപ്പരാസി ക്യാമറ കണ്ണിൽ പോലും അസിൻ പെടാറില്ല. അത്രയും സ്വകാര്യമായ ജീവിതമാണ് അസിൻ ഇന്ന് നയിക്കുന്നത്. തെന്നിന്ത്യയിലെ താരറാണിയായിരിക്കെ അസിൻ ബോളിവുഡിലേക്ക് കടന്നത്. എന്നാൽ തമിഴ്, തെലുങ്ക് സിനിമാ രംഗത്ത് അതേ വിജയഗാഥ അസിന് ബോളിവുഡിൽ ആവർത്തിക്കാനായിരുന്നില്ല. മലയാള ചിത്രം നരേന്ദ്രമകൻ ജയകാന്തൻ മക എന്ന സിനിമയിലാണ് അസിൻ ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് ഒരു മലയാള ചിത്രത്തിലും അസിൻ അഭിനയിച്ചിട്ടില്ല. തമിഴിലെ മുൻനിര നായിക നടി ആയി അസിൻ മാറുകയും ചെയ്തു. പോക്കിരി, ഗജിനി, ദശാവതാരം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ വലിയൊരു നിര തന്നെ അസിൻ സൃഷ്ടിക്കുകയും ചെയ്തു. ഗജിനിക്ക് ശേഷമാണ് അസിൻ ബോളിവുഡിലേക്ക് കടന്നത്. ഗജിനിയുടെ ഹിന്ദി റീമേക്കിലൂടെയായിരുന്നു അരങ്ങേറ്റം. ബോളിവുഡിൽ പെട്ടെന്ന് അസിൻ ശ്രദ്ധ നേടുകയും ചെയ്തു. എന്നാൽ പിന്നീട് ബോളിവുഡിൽ അവസരങ്ങൾ കുറഞ്ഞു. വിവാഹം ചെയ്യുന്ന സമയത്ത് അന്നത്തെ പ്രമുഖ മൊബൈൽ കമ്പനിയായ മൈക്രോമാക്സിന്റെ ഉടമയായിരുന്നു രാഹുൽ ശർമ്മ. വിവാഹശേഷം സിനിമാ ലോകവുമായി ഒരു ബന്ധം വെക്കണ്ടെന്ന് അസിൻ തീരുമാനിച്ചതാണ്. സിനിമാ മേഖലയിൽ നിന്ന് ഒരാളെ വിവാഹം ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്ന് അസിൻ പണ്ടേ വ്യക്തമാക്കിയിരുന്നു. ഓൾ ഈസ് വെൽ എന്ന അസിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ, അഭിഷേക് ബച്ചൻ നായകനായ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു.